കുന്നമംഗലം RCM സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. സ്ഥലം MLA PTA റഹീം സാഹിബാണ് ഇന്ന് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കുന്നമംഗലം RCM സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ 12 വർഷം മുമ്പ് കുന്നമംഗലത്ത് ആരംഭിച്ച RCM പിക്കപ്പ് സെന്റർ അതിന്റെ 12ാമത് വാർഷികത്തിലാണ് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറി ഒരു സൂപ്പർ മാർക്കറ്റായി കൺവേർട്ട് ചെയ്ത് ഒരു എക്സ്ക്ലൂസീവ് ഒരു വലിയ ഈ കാണുന്ന ഒരു വലിയ ഷോറൂമിലേക്ക് ഇത് മാറുന്നത്. ഇന്ന് ഈ ഉദ്ഘാടന ചടങ്ങോടനുബന്ധിച്ചിട്ട് സൗത്ത് ഇന്ത്യയുടെ റൂബി RCM റൂബി ശ്രീ മൂർത്തി സാറിൻ്റെ ഒരു പ്രോഗ്രാം, ഒരു സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം ഇതോടനുബന്ധിച്ചുള്ള ഒരു AC ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. കുന്നമംഗലത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും സുന്ദരമായ ഒരു ദിനമാണ്. MLA ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ഗുഡ് RCM, ജയ് RCM. വർഷം മുന്നേ കുന്നമംഗലത്ത് ആരംഭിച്ച് ഇന്ന് 11 വർഷത്തിന് ശേഷം 12ാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അന്ന് കുറച്ച് വിൽപ്പന്നങ്ങളോട് കൂടി തുടങ്ങിയ ഈ സംരംഭം ഇന്ന് ഒരു 350-ൽ പരം നല്ല ഉത്തമമായ പ്രോഡക്റ്റുകളോട് കൂടി നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റ് രൂപത്തിൽ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ധന്യമുഹൂർത്തത്തിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവാക്കിയ MLA PTA റഹീം സാറിന് ഞാൻ എൻ്റെ പ്രത്യേക സന്തോഷം അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യം നമ്മുടെ ഈ പ്രസ്ഥാനത്തെ കരുത്ത് നൽകും എന്നത് വളരെ ഉറപ്പുള്ള കാര്യമാണ്. ഇതിൻ്റെ വളരെ 1987-ൽ ഞാൻ തുടങ്ങിയ കൊടുവള്ളിയിലെ ഒരു ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ PTA റഹീം സാറായിരുന്നു. അന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു കൊടുവള്ളി. അതിനുശേഷം എൻ്റെ 1991 ഒരു ലാബ് ഉദ്ഘാടനം ചെയ്തൊക്കെ ചിത്രങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് അതേ ആ ഗുരുത്വം എന്ന നിലക്ക് തന്നെയാണ് ഇദ്ദേഹത്തെ ഞാൻ വീട്ടിൽ പോയി ക്ഷണിച്ച് ഈ നമ്മുടെ ഇതിൽ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ താല്പര്യം കാണിച്ചത്. എൻ്റെ ഒരു സ്ഥാപനം അതേപോലെ ഈ ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് ഒരു ദോഷം ഒന്നും എനിക്ക് സംഭവിച്ചില്ല. ഞാൻ 32 വർഷത്തോളമായി കൊടുവള്ളി പല രീതിയിലും വർക്ക് ചെയ്യുകയാണ്. ഇതിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള അദ്ദേഹത്തിന് സ്വാഗതം ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, കാരണം എൻ്റെ ഒരു പാർട്ട് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ സ്വാഗതം എന്ന് പറയാത്തത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, പിന്നെ അത് മാത്രം അല്ല, കൂടാതെ നമ്മളെ കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജ വളത്തിൽ മാഡത്തിനടുത്ത് പോയി
ഒരു നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു കുന്നാലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നമുക്ക് എന്തുകൊണ്ടും അവരുടെ സാന്നിധ്യം വളരെ മികവുറ്റതാണ്, നല്ലതാണ്, സന്തോഷകരമാണ്. പിന്നെ നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ജവഹർ സാറെ ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആബ്സെൻസ് നമുക്കൊരു നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ സുന്ദരേട്ടനെ വൈസ് പ്രസിഡന്റ് സുന്ദരേട്ടനെ എൻ്റെ അതേപോലെ തന്നെയാണ് എൻ്റെ കൂടെ പല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. സുന്ദരേട്ടൻ്റെ സാന്നിധ്യം നമുക്ക് ഇതിൽ നല്ലൊരു അനുഭവം തന്നെയാണ്. കൂടാതെ നമ്മുടെ വ്യാപാരി വ്യവസായ സമിതിയുടെ കുന്നമംഗലത്തെ വളരെ ആക്റ്റീവായിട്ടുള്ള വേലായുധേട്ടൻ വേലായുധൻ രുചി ബേക്കറിയുടെ ഉടമ, വളരെ നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിനും എൻ്റെ സ്വാഗതം. കൂടാതെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആർസിയം തൽപരരും അതിനോട് എന്നോടും ഒക്കെ സ്നേഹം കാണിക്കുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം എൻ്റെ കടപ്പാട് അറിയിച്ചുകൊണ്ട് ഈ അധ്യക്ഷം വഹിക്കുന്നതിന് കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജ വളർത്തുന്നതിന് ഞാൻ സ്വാഗതം. ബഹുമാനായിട്ടുള്ള കുന്നമംഗലം നിയോജകമണ്ഡലം MLA PTA മെമ്പർ സത്യേട്ടൻ, അതേപോലെ തന്നെ സുന്ദരേട്ടൻ, വേലായുധേട്ടൻ, ഇതിൻ്റെ പാർട്ട്ണർക്ക്, മറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞ്. കാരണം ഒരുപാട് 11 വർഷമായി നമ്മുടെ ഈ ഒരു RCMൻ്റെ ഈ ഒരു കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച് ഇന്ന് അത് ഏറ്റവും നല്ല രീതിയിലേക്ക് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറി ഒരുപാട് ഉൽപ്പന്നങ്ങളുമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുന്നമംഗലത്തും പന്തീർപ്പാടത്തുമായിട്ട് വേറെയും ഇതിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഇന്നത്തെ ഈ ഒരു ജീവിതത്തിന്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതിലെ ഉൽപ്പന്നങ്ങൾ നമുക്ക് അത്തരത്തിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് തന്നെ അതിലെ ഓരോ ഇവിടെ വെച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നത് ഒരേ നേച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളാണ് തവിടെണ്ണ മുതൽ അല്ലേ, അത്തരത്തിലുള്ള ഒരുപാട് എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. കാരണം ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നതിനും അത് ജീവിത ശൈലിയിലേക്ക് തന്നെ നമുക്ക് അത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാം തന്നെ ഉൽപ്പന്നങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥാപനം ഇതിനു മുമ്പും നടന്നിട്ടുള്ള സ്ഥാപനങ്ങളെക്കാൾ കുറച്ചുകൂടി ഓരോ വർഷങ്ങളനുസരിച്ച് മുന്നോട്ട് ഏറ്റവും നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന സത്യേട്ടൻ്റെ ഈ ഒരു സ്ഥാപനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ MLA ആണ്. അദ്ദേഹത്തെ ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. RCMൻ്റെ ഉദ്യോഗസ്ഥന്മാരെ, ഉൾപ്പെടെയുള്ള എൻ്റെ സംഘാടകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, RCM പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ട, പലരും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കാര്യമാണ് RCMൻ്റെ നമ്മൾ പരിചയപ്പെടണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രത്യേകിച്ച് തവിടെണ്ണ പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ നന്നായി പഠിച്ച് ആ കാര്യത്തിലേക്ക് ഒരു ശ്രദ്ധ കൊണ്ടുപോകുന്നത് ഉചിതമായിരിക്കും എന്നാണ് എനിക്ക്. മാത്രമല്ല, ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. സാധാരണ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന പ്രൊഡക്റ്റുകളുടെ ദോഷഫലങ്ങളൊന്നും ഇല്ലാത്ത നമ്മുടെ നിത്യോപയോഗപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഉള്ള ഒരു സംവിധാനമാണ് RCMൻ്റെ സൂപ്പർ മാർക്കറ്റായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അതിനെനിക്ക് വളരെ നേരിട്ട് അറിയാം. അദ്ദേഹം കൊടുവള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജോലിക്കൊരു സ്ഥലവും അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു ഒഴിഞ്ഞു കിടന്ന ഘട്ടം ഇവിടെയാണ് നല്ലത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് പുരോഗതിയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു തുടക്കക്കാരനാവാൻ സാധിച്ചത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പുതിയ ഈ സംരംഭത്തിനും എല്ലാവരുടെ സഹായവും സഹകരണവും ഉണ്ടാകണം, പ്രോത്സാഹനം ഉണ്ടാകണം എന്ന് മാത്രം സന്ദർഭത്തിൽ എത്തിച്ചുകൊണ്ട് ഈ സൂപ്പർ മാർക്കറ്റിലെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. മേലെ നിൽക്കുന്ന ഏറ്റവും ഉയർന്നു നിൽക്കുന്ന റൂബി എന്ന സ്ഥാനം നിൽക്കുന്ന മൂത്ത് സാറ്, അദ്ദേഹത്തിൻ്റെ അവിടെ നിന്നും ഇവിടെ എത്തി ഈ പരിപാടി
നമുക്ക് ദീപാർപ്പണമൊക്കെ നടത്തി. അത് ഞാൻ പറയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുജിത്ത് കുന്നമംഗലം, എനിക്കിത് പരിചയപ്പെടുത്താൻ നാരായണന്, അവർക്കും ഇവിടെ ഞാൻ പ്രത്യേകം എൻ്റെ സ്വാഗതം എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് പറയാം. നമസ്കാരം എല്ലാവർക്കും. RCM കുന്നമംഗലംകാർക്ക് സുപരിചിതമാണെന്ന് എനിക്കറിയാം. ബഹുമാനപ്പെട്ട MLA അവർ പറഞ്ഞ പോലെ 10-12 വർഷമായിട്ട് RCMൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കുന്നമംഗലം പഞ്ചായത്തിൽ നാരായണേട്ടൻ മുഖാന്തരം ലഭ്യമാകുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിന് വലിയൊരു ലക്ഷ്യമുണ്ടെന്നും അതെന്താണെന്നും നാട്ടിലുള്ളവരെ മുഴുവൻ നമുക്ക് പരിചയമുള്ള എല്ലാവരെയും അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതിന് മായവും കലർപ്പുമില്ലാത്ത ആരോഗ്യദായകമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് RCMൻ്റെ പ്രാഥമികമായ ചുമതല. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാറ് സംസാരിച്ചപ്പോൾ പരാമർശിച്ച റൈസ് ബ്രാൻ ഓയിൽ 34ഓളം അസുഖങ്ങൾക്ക് പ്രതിരോധമായും മരുന്നായിട്ടും ഞങ്ങൾ കൊടുക്കുന്നു. അത് ഉപയോഗിക്കുന്ന ധാരാളം ആളുകൾ, അതുകൊണ്ട് അതിശയിപ്പിക്കുന്ന റിസൾട്ട് കിട്ടിയ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിങ്ങൾ ഉപയോഗിച്ച് ബോധ്യപ്പെടുക. അതുപോലെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ വളരെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നാണ് ഓർഗാനിക് ഫാമിംഗ്. ഒരു നിശബ്ദ വിപ്ലവം പോലെ RCMൽ ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടി തന്നെ ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്. ഒരു ചെറിയ ഒട്ടും സൗകര്യമില്ലാത്തൊരു വീട്ടിൽ പോലും അവനവൻ്റെ ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികളെങ്കിലും സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഇതിൽ വളരെ ലളിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ നിസ്സാര വിലയ്ക്ക് കിട്ടുന്ന ഗാർഡൻ ഗോൾഡ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതിൻ്റെ ഗുണമേന്മ ആളുകൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് അത് ഉപയോഗിപ്പിച്ച് അസുഖമുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുകയും ചെലവ് കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഒരു സുന്ദര ഭാവിയാണ് നമ്മൾ RCM എല്ലാവർക്കും വാഗ്ദാനം ചെയ്യുന്നത്. അത് കുന്നമംഗലത്തുള്ളവരെന്നോ കേരളത്തിലുള്ളവരോ ഇല്ല, ഇന്ത്യ മുഴുവൻ അതിൻ്റെ പ്രവർത്തനം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 18 വർഷം കഴിഞ്ഞ ഈ പ്രസ്ഥാനത്തിൻ്റെ കുന്നമംഗലത്തെ ഈ പരിഷ്കരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട MLAയോടൊപ്പം വരാനും നിങ്ങളോട് ഒക്കെ കാണാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ഇതിൻ്റെ സാധ്യതയെക്കുറിച്ചും വളരെ വിശദമായ ഒരു ക്ലാസ് ഈ ബിൽഡിങ്ങിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഉദ്ഘാടന യോഗം പിരിഞ്ഞാൽ ഉടൻ നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എങ്ങനെയാണ് നമുക്ക് ആരോഗ്യമുണ്ടാക്കാൻ കഴിയുക, എങ്ങനെയാണ് മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ ഒരു ആമുഖമായിട്ട് ഒരു 1.5 മണിക്കൂർ ഈ ഉൽപ്പന്നങ്ങൾ എങ്ങനെ സഹായിക്കും എന്നുള്ളത് വളരെ ലളിതമായിട്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ശാസ്ത്രീയമായ വിശകലനത്തോടു കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള സംവിധാനം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, എനിക്കറിയാം MLA അവർക്ക് വരാൻ സൗകര്യം ഉണ്ടാവില്ല എന്നറിയാം, എന്നാൽ പോലും കഴിയുന്ന സമയം ഞങ്ങളുടെ കുറച്ച് സമയമെങ്കിലും ചെലവഴിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒപ്പം പഞ്ചായത്ത് പ്രസിഡന്റും അവർ പറഞ്ഞു എനിക്കും ഉപയോഗിക്കാവുന്നതാണെന്ന്. എനിക്കുമല്ല, സർവ്വ മനുഷ്യരാശിക്കും ഉപയോഗിക്കാവുന്ന, അവർക്ക് ഗുണം മാത്രം കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് RCMൽ ഉള്ളതെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. അതിൻ്റെ ഗുണം എന്താണ്, അതെങ്ങനെ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം നിങ്ങളെല്ലാവരും വിനിയോഗിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. പ്രോഗ്രാം നടക്കുന്നത് KC നായർ മെമ്മോറിയൽ ഹാൾ, തൊട്ടടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല RCM ഭാവി ആശംസിക്കുന്നു. താങ്ക് യു. നമ്മുടെ RCMൻ്റെ ഒരു നല്ലൊരു ഷോറൂം കുന്നമംഗലത്ത് ഇന്നിപ്പം പ്രവർത്തനം ആരംഭിക്കുകയാണ്. കമ്പനിയുടെ കമ്പനിയുടെ ചീഫായിരിക്കും അദ്ദേഹം, എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ജനോപകാരപ്രദമായ ഇങ്ങനത്തെ സംരംഭങ്ങൾ തുടങ്ങിയതിന് ഞാൻ ആദ്യമേ തന്നെ ഇവിടെ കുന്നമംഗലത്ത് എത്തിച്ചതിന് അദ്ദേഹത്തിനോട് നന്ദി പറയാണ്. അതുപോലെ തന്നെ സത്യേട്ടൻ, അതുപോലെ മറ്റുള്ള എല്ലാവരും, സുന്ദരേട്ടൻ, എല്ലാവരും തന്നെ ഇതിനോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് ഈ ഒരു ഷോപ്പിന്, ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിൻ്റെ പ്രതികരണം ഒന്നാണ് ആ ഷോറൂം വിപുലമാക്കി നിങ്ങളുടെ ഒരു സൂപ്പർ മാർക്കറ്റ് മാതിരി തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ചെലവഴിക്കട്ടെ, കൂടുതൽ പുരോഗതിയിലേക്ക് വരട്ടെ, ഇനിയും പല സ്ഥലത്തും ബ്രാഞ്ചുകൾ തുടങ്ങട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് അതിന് അദ്ദേഹത്തിന് ഈശ്വരൻ
സർവ്വശക്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകളും കുന്നമത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ചുകൂടെ വിപുലമായ ഒരു ഷോറൂമിലേക്ക് മാറ്റി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ നല്ലതും ഫലപ്രദവുമായ ഗുണനിലവാരമുള്ള സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട സത്യാറിന് എല്ലാ ഭാഗങ്ങളും നേരുന്നു. വിജയാശംസകൾ നേർന്നുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതിക്ക് വേണ്ടി അഭിവാദ്യം. വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധികൾ CRN മൂർത്തി സാർ ഇന്നത്തെ ഈ പ്രോഗ്രാം നന്ദി പറയുന്ന ഒരു ചടങ്ങിലേക്കാണ് ഞാൻ കടക്കുന്നത്. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം RCMന് 708ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. അതിൻ്റെ കേരളത്തിൽ ആദ്യത്തെ ഒരു ഔട്ട്ലെറ്റിൻ്റെ കോഴിക്കോട് സിറ്റിയിൽ തന്നെ പാളയത്തിനടുത്ത് കേരളത്തിൽ ആദ്യത്തെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് 14 വർഷങ്ങൾക്ക് മുമ്പ്. ആ ഒന്നാമത്തെ ഔട്ട്ലെറ്റിൽ നിന്നാണ് കേരളത്തിൽ 708 ഔട്ട്ലെറ്റിലേക്ക് RCM വളർന്നത്. ഈ ഒരു അവസരത്തിൽ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യ അതിഥികൾക്ക് എല്ലാവർക്കും, വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മൾ ഇതിൻ്റെ ഒരു വിശദീകരണ യോഗം KC നായർ മെമ്മോറിയൽ ഹാളിൽ വെച്ചിട്ട് നടക്കുകയാണ്. ഈ ഒരു സെക്ഷനിൽ ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാവരും അകത്ത് കയറി അവശ്യ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഒരു 15 മിനിറ്റിനകം നമ്മൾ ആ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയാൽ നമ്മളുടെ ഗ്രേറ്റ് ലീഡർ CRN മൂർത്തി സാറിൻ്റെ ഒരു പ്രൊഡക്റ്റ് അവയർനെസ് ക്ലാസ് ഉണ്ടാവും. എല്ലാവർക്കും മുഖ്യ അതിഥികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഔദ്യോഗികമായിട്ട് അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. ആദ്യ വിൽപ്പന ഉണ്ട്. ആദ്യ വിൽപ്പന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കരങ്ങളാൽ നിർവഹിക്കപ്പെടുകയാണ്. ആ ചടങ്ങ് കഴിഞ്ഞ് എല്ലാവർക്കും കയറി അവശ്യ സാധനങ്ങൾ വാങ്ങിച്ച് നേരെ നമ്മുടെ നായർ ഹാളിലേക്ക് ഒരു 15 മിനിറ്റിനകം ചായയും കുടിച്ചിട്ട് അങ്ങോട്ട് എത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് RCM.